ബിയിലെ ഹ്യൂമാനിറ്റിയുടെ പ്രതീകമായിരുന്ന ജിസേലിൻ്റെ കളി ഏകദേശം തീരാറായ മട്ടാണ്. ജിസേലിൻ്റെ ഫേക്ക് ഹ്യൂമാനിറ്റി എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ബൂട്ടൽ ടാസ്കിൻ്റെ ഇടയിൽ നെവിൻ ആരും അറിയാതെ കിച്ചണിൽ കയറി ചപ്പാത്തി എന്തോ കട്ടെടുത്ത് കഴിച്ചു. ഇത് കണ്ട ജിസേൽ കിച്ചൺ ടീമിനോട് അനുവാദമില്ലാതെ ടൊമാറ്റോ ഒക്കെ എടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. തുടർന്ന് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. നെവിൻ ആരും കാണാതെ എടുത്ത് ടാസ്കിൽ എല്ലാവരും ഗാർഡൻ ഏരിയയിൽ നിൽക്കുമ്പോൾ ആരും കാണാതെ അകത്ത് കയറി ചപ്പാത്തിയൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഇതാരും കണ്ടില്ല. കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു. പക്ഷേ ജിസേൽ ഇതൊരു അവസരമായി എടുത്ത് അതിൻ്റെ അകത്തുനിന്ന് തക്കാളിയും പിന്നെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ എല്ലാവരും ഫേക്ക് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ് ജിസേലിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന കണ്ടു. ജിസേൽ ശരിക്കും പറഞ്ഞാൽ ഇതൊട്ടും പ്രതീക്ഷിച്ച് കാണില്ല. കാരണം യുവമാരൊക്കെ ജിസേലിൻ്റെ പുറകെ കറങ്ങിക്കൊണ്ടിരുന്നവരാണല്ലോ. അതുകൊണ്ട് ജിസേൽ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. ജിസേലിന് കിട്ടിയൊരു അടിയാണിത്. അനുമോളുടെ ചുറ്റും ജിസേലിൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ അനുമോളുടെ ചുറ്റും കറങ്ങുന്ന അവസ്ഥയാണുള്ളത്. ഇന്നലെ നടന്ന ഈ കിച്ചൺ ഫൈറ്റ് പോലും ജിസേൽ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് പലർക്കും സംശയമുണ്ട്. കാരണം ബോട്ടിൽ ടാസ്കിലെ ക്വാളിറ്റി കൺട്രോൾ ഓഫീസറായി അനു നല്ലപോലെ സ്ക്രീൻ സ്പേസ് എടുത്തുകൊണ്ട് തനിക്ക് ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടി ജിസേൽ കളിച്ചതാണെന്നുള്ളത് ഇവർക്കൊക്കെ ഡൗട്ടുണ്ട്. നെവിന് ഒരു ഡയലോഗ് പറയുകയും ചെയ്തു, അനുമോള് കത്തിയെന്ന് വിചാരിച്ച് ജിസേൽ കത്തണ്ടെന്ന്. അതായത് ഇതൊരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു കിച്ചൺ ഫൈറ്റ് ആണെന്ന് ഇവർക്കൊക്കെ ഡൗട്ടുണ്ട് ജിസേൽ അങ്ങനെ ചെയ്തതാണെന്നുള്ളത്. അതുമാത്രമല്ല ജിസേലും ആര്യനും തമ്മിലും ചെറിയൊരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും തമ്മിലും ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ ജിസേൽ ഒരു ഡയറി മിൽക്ക് എടുത്ത് എല്ലാവർക്കും, അതായത് അവരുടെ ഫേവറേറ്റ്സിന് മാത്രമല്ല അനുമോൾക്കും പിന്നെ ബിന്നിക്കും ലക്ഷ്മിക്ക് അങ്ങനെ എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഹ്യൂമാനിറ്റിയുടെ മൂടുപടം പൊളിയെന്ന് മനസ്സിലായപ്പോൾ ഒന്നും കൂടെ തിരിച്ചു പിടിക്കാൻ വേണ്ടി എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. ഒട്ടുമിക്ക എല്ലാവരും ഇപ്പോൾ ജിസേലിൻ്റെ ഗെയിം മനസ്സിലാക്കി. ഇനി ജിസേലിൻ്റെ അവിടെയുള്ള നിലനിൽപ്പ് പരുങ്ങലിലാണ്.